എന്നും വിശ്വസിച്ചുകൊണ്ട് ആ പാപമേറ്റു പറയുമ്പോൾ നമ്മൾ ആ കൃപ കൊണ്ട് നിറയുകയാണ്. ഇനി പ്രത്യേകിച്ച് ഇന്ന് ഏറ്റുപറയേണ്ട ചില പാപങ്ങളെ ഞാൻ പറയാം. കർത്താവേ, ഇത് കണ്ടോ, ഞാൻ ചുമ്മാ ബൈബിൾ തുറന്നല്ലേ ഉള്ളൂ. കണ്ടോ, ഞാൻ ഈ വചനത്തിന് വേണ്ടിയാണ് തുറന്നത്. എന്താ? മത്തായി 7:1 തുറന്നപ്പോൾ അത് വന്നു. മത്തായി 7:1 എന്താ? അതായത് ആ മലയിലെ പ്രസംഗത്തിൻ്റെ 5, 6, 7 7ാമത്തെ അധ്യായം. അപ്പോൾ ഈ 3 അധ്യായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിന് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ പാപമല്ല. നമ്മളെപ്പോഴും പാപം കൃപയ്ക്ക് തടസ്സമെന്നല്ലേ പറയണത്. പാപം മാറ്റാൻ വേണ്ടിയാണ് കൃപ വന്നിരിക്കുന്നത്. പിന്നെ പാപം അങ്ങനെ കൃപയ്ക്ക് തടസ്സപ്പെടുത്താൻ പറ്റും? പാപം മാറ്റാനല്ലേ യേശു വന്നത്. യേശുക്രിസ്തു പാപത്തെ ഏറ്റെടുത്തു. അപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിലുണ്ടാവുന്ന പാപം കൃപയ്ക്ക് തടസ്സമാകുന്നു എന്ന ചിന്ത മാറ്റി എന്താണ് യഥാർത്ഥത്തിൽ തടസ്സമെന്ന വാക്ക് പറയേണ്ടെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മളിലുള്ള ഫരിസേയ മനോഭാവമാണ്. അതാണ് വാസ്തവത്തിൽ ഗോസ്പൽ, ഈ സുവിശേഷത്തിലെ മറ്റൊരു വിഷയം. ഈശോ ഒരു വശത്ത്, പാപികൾ ഒരു വശത്ത്, ഫരിസേയർ മറുവശത്ത്. ഒരു ത്രികോണ അവസ്ഥയാണെങ്കിൽ പാപികളെ കൊണ്ട് യേശുവിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവും. യേശു പാപികളെ സ്നേഹിക്കുന്നു. എന്നാൽ ബുദ്ധിമുട്ടുള്ളത് ആരെ കൊണ്ടാണ്? ഫരിസേയരെ കൊണ്ട്. അവർ യേശുവിനെയും വിമർശിക്കുന്നു, പാപികളെയും വിമർശിക്കുന്നു, പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. അവർ വിധിക്കുന്നു. എന്തിനു പറയണു? എനിക്ക് ഒരു 3 വർഷമേ ആയിട്ടുള്ളൂ ഈ ഒരു വെളിവ് കിട്ടിയിട്ട്. അതായത് ഈ ത്രികോണം ഇന്ന് എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആരുണ്ട് എൻ്റെ ഉള്ളിൽ? എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്, ഇല്ലേ? ഞാൻ സ്നാനം സ്വീകരിച്ച ദൈവമകനാണ്. എൻ്റെ ഉള്ളിൽ എന്നിട്ടും കുറച്ച് പാപങ്ങളുണ്ട്, ഉണ്ടോ ഇല്ലയോ? പക്ഷെ ഈശോന് അതേക്കുറിച്ച് വലിയ ആകുലതയൊന്നുമില്ല. കാരണം ഈശോ ആ പാപത്തിനെല്ലാം പരിഹാരം ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ എന്തുകൊണ്ട് എന്നിട്ട് എനിക്ക് ഈശോയെ അനുഭവിക്കാൻ പറ്റുന്നില്ല? എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? എൻ്റെ ഉള്ളിൽ ഒരു മൂത്ത ഫരിസേയനുണ്ട്. സകലത്തിനെയും കാണുമ്പോൾ ഒരു കർക്കശക്കാരനെ പോലെ, ഇത് ശരിയല്ല, അവൻ ശരിയല്ല, അവൾ ശരിയല്ല, അത് തെറ്റാണ്. ഇങ്ങനെ നീ അന്വേഷിക്കണം, അയാളുടെ എന്താ തെറ്റിയണമെന്ന് അന്വേഷിച്ചൊന്ന് പുറകെ പോണേ. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരാൾ വരുമ്പോൾ ഇവനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കർത്താവ് ചോദിച്ചാൽ കൊണ്ടുവന്ന ആളാണ്. പക്ഷെ നമ്മൾ അന്വേഷിച്ച് എന്നിട്ട് പറയും ശരിയല്ല, ആൾ ശരിയല്ല. ഒരു കന്യാസ്ത്രീ മഠത്തിൽ ഒരു കൊച്ചി ചെല്ലുമ്പോഴേക്കും 100 അന്വേഷണം. അഡ്വർടൈസ്മെന്റ് പേപ്പറിൽ കാണുന്ന എന്താ? കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ കുഞ്ഞിന് ചെത്തിമാർക്ക് സ്വാഗതം. ഈ കുഞ്ഞിന് ചെത്തിമാർ അത് കഴിഞ്ഞ് ആ മുന്തിരിത്തോട്ടത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ നീ എവിടുന്നാ വരണേ? എന്താ നിൻ്റെ തറവാട്? ആരാ നിൻ്റെ വീട്ടുകാർ? നിൻ്റെ അപ്പൻ കള്ളുടിയനാണോ? നിൻ്റെ അപ്പൻ്റെ സ്വഭാവം എന്താ? ഒരു 100 എൻക്വയറിയാണ്. അവസാനം കുറച്ചാൾ നിന്ന് നോക്ക്, കം ആൻഡ് സീ. അതിനാണ് കമ്മൻസി എന്ന് പറഞ്ഞത്. ഈ കമ്മൻസിയുടെ നേരത്തെ എല്ലാം ഇവരെ പറഞ്ഞ് നിങ്ങൾ വാച്ച് ചെയ്യണേ, അവരെ വാച്ച് ചെയ്യണം, ഈ കുട്ടീനെ ശരിക്കും ശ്രദ്ധിക്കണം. എന്തിനാ ശ്രദ്ധിക്കണേ? ഇവളെന്തൊക്കെയാണ് തെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഇവളെന്തൊക്കെയാണ് അനുസരണക്കേട് കാണിക്കണേ എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് യോജിച്ചാണ് ഇത് എത്തിയാൽ മതി. ഇതാണ് ഫരിസേയ സ്വഭാവം. ഈ ഫരിസേയ സ്വഭാവമാണ് ഈശോ പറയുന്നത് വിധിക്കപ്പെടാതിരിക്കാൻ. 7:1 വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. കർത്താവ് ഈശോ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പോലും ആരും വിധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ വിധി ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരെയും ഒന്ന് അളന്ന് മാർക്കിട്ടെ, നമ്മൾ ഓരോ ദിവസവും നീങ്ങുള്ളൂ. അതാണ് നമ്മളിൽ ഇന്നുള്ള ദൈവരാജ്യത്തിനെ
തടസ്സം. ശരിക്കും ഇതിൻ്റെ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കി കുമ്പസാരിച്ചോ. ദിവസം മുഴുവൻ ഇരുന്ന് കുമ്പസാരിക്കാനുള്ള ലിസ്റ്റ് ഉണ്ടാവും. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഈ വചനമൊക്കെ നമ്മൾ എന്തെല്ലാം സ്ഥലത്താണ് ഉപയോഗിച്ചേക്കണേ. ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് ഈ വചനം പറയാറുള്ളത്? ഒരു സ്ഥലത്ത് സ്തോത്ര കാഴ്ചയെടുക്കുമ്പോൾ വേണ്ടോ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളക്കൂട്ടോ, അതുകൊണ്ട് മര്യാദ ഇട്ടോ, അതുകൊണ്ട് നിങ്ങൾ വലിയ വലിയ നോട്ടുകൾ ഇട്ടോ. അവിടെ നമ്മളൊരു കൺസ്യൂമർ ഒരു സ്പെക്കുലേഷനിലാണ്. ആ വചനം ആ അർത്ഥത്തിലാണോ അവിടെ പറയുന്നത്? എന്ത് സാഹചര്യത്തിൽ, എന്ത് അർത്ഥത്തിലാണ് കർത്താവ് അത് പറയണേ? നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിങ്ങളും വിധിക്കപ്പെടും. നമ്മൾ വീട്ടിലായാലും അമ്മായിയമ്മ ആയാലും മക്കളായാലും അപ്പനായാലും എല്ലാവരും നമ്മൾ ഓരോ ദിവസവും ഒരു നിസ്സാര കാര്യം മതി, ഉടനെ വിധിച്ച് സംസാരിക്കും. എന്നാൽ ഈശോയെക്കുറിച്ച് ഏശയ്യായിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാസ്തവം എന്താണെന്നറിയോ? പഴയ നിയമത്തിൽ ഈ വരാനിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നതാണ് വായിക്കേണ്ടത്. പഴയ നിയമത്തിൽ 42, 18, 19, 20 പറയുന്നത് ഇതാണ്. ഏശയ്യ 42, 18, 19, 20. ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ, എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി? ഇതാരെക്കുറിച്ചാണ് പറയണേ? ആരെക്കുറിച്ചാണ് പറയണേ? യേശുവെക്കുറിച്ച്. എൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്നത് കർത്താവ് ഈശോ മിശിഹ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചാണ്, അഭിഷിക്തനെ കുറിച്ചാണ്. ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബധിരൻ ആരുണ്ട്? അപ്പൊ ബധിരനേക്ക് എന്തിനാ അയച്ചേ? ഈ അന്ധനേക്ക് എന്തിനാ അയക്കണേ കർത്താവ്? കണ്ടോ, എൻ്റെ വിശ്വസ്തനെ പോലെ, കർത്താവിൻ്റെ ദാസനെ പോലെ കുരുടനായ ആരുണ്ട്? എല്ലാവരും നേറ്റ് പറഞ്ഞേ. ഇനി എല്ലാവരും നേറ്റ് പറഞ്ഞേ. അവൻ, ഉച്ചത്തിൽ, അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. കർത്താവ് തൻ്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രീതി കാണിച്ചു. ഇത്രയൊന്നും മനസ്സിലാവില്ല, ഇത് മനസ്സിലാവും. കണ്ടിട്ടും കാണുന്നില്ല. കർത്താവ് ഈശോ മിശിഹ വരുമ്പോൾ ലോകത്തിൽ വിശുദ്ധരായ ആരുമില്ല, എല്ലാവരും പാപികളാണ്. എന്നിട്ട് ഓരോരുത്തരുടെയും പാപം അന്വേഷിച്ച് നടന്നോ? നീ ചെയ്യണ തെറ്റാണ്, ഇത് ചെയ്യരുത് പറഞ്ഞു ആരോടെങ്കിലും? കണ്ടിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ രക്ഷകനായ ഈശോ നമ്മുടെ ഉള്ളിൽ വന്നിട്ടും നമ്മൾ ആ ഫരിസേയരെ പോലെ. അപ്പോൾ ഫരിസേയരെന്താ ചെയ്യണേ? പാപികളെ അന്വേഷിച്ച് നടക്കാൻ. ആരാണ് കൽപ്പന ലംഘിക്കുന്നത്? ഏതുപോലെ? പോലീസുകാരെ പോലെ. പോലീസുകാരുടെ നയം എന്താ? അവൻ്റെ ഡ്യൂട്ടി, അവൻ്റെ ജോലിയാണ് ആരാണ് തെറ്റ് ചെയ്യണേന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് ഉടനെ ശിക്ഷിക്കാവുന്ന തരത്തിൽ ശിക്ഷിക്കുക, അല്ലാത്തതാണെങ്കിൽ കോടതിയിൽ കൊണ്ടുപോകുക. അന്വേഷിച്ച് നടന്നിട്ട് അവനോട് ക്ഷമിക്കാനാണോ പോലീസ്? അപ്പോൾ നിയമം എന്നത് ദൈവനീതിയെ സംബന്ധിച്ച് പാപത്തെക്കുറിച്ചുള്ള അറിവ് നൽകാൻ വേണ്ടിയാണ് നിയമം. അപ്പോൾ സമയം കഴിഞ്ഞു. അപ്പോൾ ഈ പോലീസുകാരനെ പോലെ അന്വേഷിച്ച് നടക്കാൻ വേണ്ടിയുള്ള ഒരു കാക്കിക്കുപ്പായമല്ല നമുക്ക് തന്നിരിക്കുന്നത്. കന്യാസ്ത്രീമാരും അച്ഛനും ഒക്കെ വെള്ളക്കുപ്പായം ഇട്ടേക്കണതിൻ്റെ അർത്ഥം എന്താ? ഒരു മാലാഖയുടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവതാരമായിട്ടാണ് നമ്മളെ മാമോദീസായിലൂടെ ആ വെള്ളക്കുപ്പായം തന്നിരിക്കുന്നത്. ആരുടെയും കുറ്റം അന്വേഷിക്കണ്ട. കണ്ടോ, ഔസേപ്പിതാവ് മറിയം ഗർഭിണിയാണെന്നുള്ള, താൻ വിവാഹം കഴിക്കാൻ പോണ പെണ്ണ് ഗർഭിണിയാണെന്ന് കേട്ടപ്പോ എന്താണ് അവസ്ഥ? യഹൂദനല്ലേ, യഹൂദിയല്ലേ? യഹൂദ നിയമപ്രകാരം ഇപ്പം എന്ത് ചെയ്യണം?
ഉടനെ പോയി റിപ്പോർട്ട് ചെയ്ത് നടപടി എടുക്കണം. നടപടി എന്തായിരിക്കും? അവളെ പരസ്യമായിട്ട് അവഹേളിച്ച് അവളെ ശിരസ് മുണ്ടനം ചെയ്ത് അവളെ കല്ലെറിയാനുള്ള നിയമം മോശ നിയമം ലാഘുവാണ്. എന്ന് വെച്ചാൽ ആ നിയമം നിലനിൽക്കുകയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഔസേപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? അവൻ നീതിമാനാകയാലും അവളെ അപമാനിതയാകാൻ വിസമ്മതിക്കിയാലും മൗനമായിട്ട് ഇരുന്നു, പിന്മാറാന്ന് വിചാരിച്ചു. ഇതാണ് ദൈവനീതി. അവൻ കണ്ടിട്ടും. അപ്പോൾ മോശയുടെ നീതി നിയമത്തിലൂടെ ഉള്ള ഫരിസേയരുടെ നീതി, മോശ ഈ ഉദ്ദേശത്തിലൊന്നുമല്ല നിയമം തന്നിരിക്കുന്നത്. ഫരിസേയർ അതിന് ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് തിന്മ ചെയ്യുന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്ന ഒരു നീതി. ആ അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു നീതിയാണ് ഈശോ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഔസേപ്പ് ഒരു മോശ നിയമം പാലിക്കേണ്ടവനായാലും പാലിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇല്ല. എന്തുകൊണ്ടാ? അതാണ് ഈശോ പറഞ്ഞത്, നിയമവും പ്രവാചകന്മാരും സ്നാപക യോഹന്നാൻ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ എല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ പുതിയ നിയമത്തിലേക്ക് വരും. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അവൻ ബലം പ്രയോഗിച്ച് സ്വർഗരാജ്യത്തിൽ പ്രയോഗിക്കും. ബലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. അപ്പം ഇതാണ് ദൈവരാജ്യം. അപ്പം അവൻ കണ്ടിട്ടും കാണുന്നില്ല. അപ്പം ഈ അവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഇപ്പം ഞാൻ ഈ ഇടയ്ക്കൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ നമ്മളുടെ ഈ ടോക്കുകൾ എന്നും കേൾക്കണതാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ എന്നെ ഊണ് കഴിക്കാൻ ധ്യാനത്തിന് അവൻ്റെ വീട്ടിലെ ഊണ്. അപ്പോൾ അവനിങ്ങനെ അനുഭവങ്ങൾ പറയാണ്. എൻ്റെ ബ്രദറെ, ഈ ധ്യാനം കേട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കര ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഇപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ എന്താ അതിനു മുമ്പ്? അപ്പോൾ ഈ ഭാര്യ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഭർത്താവ് പറയണേ, എൻ്റെ ബ്രദറെ, ഒരു നിസ്സാര കാര്യമുണ്ടോ ഞങ്ങളെ എല്ലാ ദിവസവും വഴക്കടിപ്പിക്കണം. നിസ്സാര കാര്യം. ഈ ഉദാഹരണം പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ ഭക്ഷണം കഴിക്കുന്ന മേശയുടെ സൈഡിലായിട്ട് വാഷ് ബേസിനുണ്ട്. ആ വാഷ് ബേസിൻ്റെ അടുത്ത് കൈ തുടയ്ക്കാൻ ഒരു ടവല് തൂക്കിയിട്ടുണ്ട്. അവൻ പറയാണ്, ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട് ഈ ടവല് മേശ തുടയ്ക്കാൻ എടുക്കരുത്, ഈ ടവല് വേറെ ഒന്നിനും ഉപയോഗിക്കരുത്, ഇത് കൈ തുടയ്ക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ടവലാണ്. പക്ഷെ എപ്പോഴും ഞാൻ കൈ കഴുകി തുടയ്ക്കാൻ വരുമ്പോൾ ഈ ടവല് കാണില്ല. ആ ടവൽ അവിടെ കാണാണ്ടാകുകയും അത് മേശ തുടയ്ക്കാനോ വേറെ എന്തിനും ഉപയോഗിക്കണമെന്ന് കാണുമ്പോൾ എനിക്കങ്ങ് തലയ്ക്കങ്ങ് പിരികേറിയാണ്. ഇവളോട് ഇത്രയും പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കുറേ അങ്ങ് വഴക്ക് പറയാം. അത് കേട്ടപടി അവളുടെ അകത്തുള്ള സകല പുരാണവും എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ ആലോചിച്ച്, എൻ്റെ ദൈവമേ, അവസാനം ഈ ടവലിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ എന്തോ ഒരു ബഹളം ഉണ്ടാക്കി. പക്ഷേ ബ്രദറെ, ഇപ്പോൾ സമാധാനം എന്താ? കണ്ടിട്ടും കാണുന്നില്ല. അത്ര ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. പക്ഷെ ഞാനത് കണ്ടിട്ടും കാണുന്നില്ല. ഞാൻ അവളെ വിധിച്ചില്ലായിരുന്നു, അവളെ ഇനി വിധിക്കുന്നില്ല. കാര്യം മനസ്സിലായോ ഇല്ലയോ? ഇതല്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ ഞായറാഴ്ച അല്ലെങ്കിൽ രാവിലെ പള്ളിയിലൊക്കെ പോയി, അപ്പം അമ്മമാർ പള്ളിയിലൊക്കെ പോയി വരും, മക്കളവിടെ കിടന്ന് ഉറങ്ങണം, അപ്പനും ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അവരൊരു കപ്പ് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി പണി നമുക്കായില്ലേ? എന്താ, ആ ചായപാത്രവും ആ അരിക്കണ സാധനവും ആ ചായക്കപ്പൊക്കെ അവിടെ ഇരിക്കുകയാണ്. പള്ളിത്ത് കഴിഞ്ഞ് വന്ന വഴി തന്നെ നമ്മൾ നോക്കുമ്പോൾ ചായ കുടിച്ചിട്ട് ആ കപ്പൊന്ന് എടുത്ത് വെക്കാൻ നിങ്ങൾക്ക് എന്താ കുഴപ്പം?
ചായ ഉണ്ടാക്കി കുടിച്ചാൽ കപ്പ് അടുക്കളയിൽ കൊണ്ടുവന്ന് കഴുകി വെച്ചൂടെ? അപ്പോൾ അവൻ രണ്ട് ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ രണ്ട് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ കൊച്ചുപോൻ പറയാൻ, അമ്മ പള്ളിയിൽ പോയി വന്നിട്ട് ഇങ്ങനെ വഴക്ക് പറയാനോ? ഞങ്ങളപ്പോൾ പള്ളി പോകാത്തേക്കാളും നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ വിധിക്കുമ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുമ്പസാരത്തിന് പ്രധാനമായിട്ട് ഈ ഒരു കാര്യം മാത്രമല്ല, ഫരിസേയ മനോഭാവം, മറ്റുള്ളവരുടെ തിന്മ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രത. അത് കണ്ടുപിടിച്ചാൽ ഉടനെ നാലാളോട് പറയരുത്. ഇനി കണ്ടാൽ തന്നെ അത് നിങ്ങളിൽ അവസാനിക്കട്ടെ. അത് മറ്റുള്ളവരോട് പറയുന്നതിലൂടെ നിങ്ങൾ അവരെ അവഹേളിക്കുകയാണ്. അതാണ് ഔസേപ്പോട്ട് അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതെ മറ്റുള്ളവരുടെ തിന്മ വേറൊരാളോട് പറയുമ്പോൾ ആ വ്യക്തിയെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യാണ്. ഇത് ദൈവരാജ്യത്തിന് നേരെ ഓപ്പോസിഷനാണ്. ഈ മേഖലയെക്കുറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. എന്തോ ഒരു കാര്യം കൂടി പറയാൻ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസാക്ഷിയെ, ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനസാക്ഷിയെ, മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. ഇന്നത്തെ കുമ്പസാരം എന്ന ഈ ദിവ്യ കുദാശയിലൂടെ ഈശോ കർത്താവിൻ്റെ ആ ബലിയിൽ അർപ്പിക്കപ്പെട്ട ബലിയുടെ എല്ലാ കൃപകളും ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങൾ രൂപാന്തരിക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുമ്പസാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ കുർബാനയായിരിക്കും. അപ്പോൾ നിങ്ങൾ കുമ്പസാരത്തിൽ വേറെ ഒരുപാട് കെട്ടുകഥകളൊന്നും പറയാണ്ട് നിങ്ങളുടെ കാര്യം മാത്രം പറയുക. മനസ്സിലായോ? നിങ്ങൾ കൃത്യമായിട്ടും എന്താണ് നിങ്ങളുടെ പാപം എന്നത് ഈ പറഞ്ഞ ബോധ്യത്തിലൂടെ നിങ്ങൾക്ക് സമയമുള്ളവർ ഞാൻ ഇന്നലെ പറഞ്ഞു 5-6 അധ്യായം വായിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ എന്താണ് അവിടുത്തെ പാപം? നമ്മൾ കരുണ കാണിക്കുന്നില്ല. കാണിക്കാത്തത് പാപമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നിങ്ങൾ പാപത്തെ ഏറ്റുപറഞ്ഞ് കൃപ കൊണ്ട് നിറയുവിൻ. കുമ്പസാരം കഴിഞ്ഞാൽ കുർബാനയായിരിക്കും. അത് കഴിഞ്ഞാൽ ഉപവാസ സമയമായതിൻ്റെ പേരിൽ നമ്മളധികം സമയമുണ്ടാവില്ല. നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക, ഈ വചനങ്ങളെല്ലാം വായിക്കുക, അങ്ങനെ പ്രാർത്ഥനയിലായിരിക്കാം. ഈ കുമ്പസാര സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ ലെഫ്റ്റിലുള്ള മുറിയാണ് ഞാൻ അവിടെ ഇരിക്കാം. അത്യാവശ്യം എല്ലാവരും കൂടി അവിടെ വരരുത്. വളരെ അത്യാവശ്യം എന്നെ കാണണം, ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കണം, പ്രാർത്ഥിക്കണം, സംശയങ്ങൾ ചോദിക്കണം എന്നുള്ളവർക്ക് ആ സമയത്ത് ഞാൻ അവൈലബിളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കുമ്പസാരത്തിലേക്ക് നീങ്ങാം.